നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ ദിവസമാണ് നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ആ ശുഭമുഹൂർത്തം സംഭവിക്കാനായിട്ട് പോകുന്നത്. കാരണം വേദ വിക്രത്തെ രക്ഷിച്ച് വിക്രത്തിന്റെ കൈയും പിടിച്ച് വീട്ടിലേക്ക് വരണമെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വേദ തന്റെ ശബ്ദം നിറവേറ്റുവാണ്. വിക്രം നിരപരാധിയാന്ന് വേദ തെളിയിക്കുന്ന ശുഭമുഹൂർത്തങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അങ്ങനെ വേദ തെളിവുകളുമായിട്ട് നേരെ എസ് പിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അതിനുശേഷം തെളിവുകളൊക്കെ നിരത്തി കഴിഞ്ഞപ്പം രമ്യയെ വിളിച്ച് ചോദ്യം ചെയ്യുവാണ്. അങ്ങനെ ചോദ്യം ചെയ്യണ സമയത്ത് രമ്യ തത്ത പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് വിളിച്ചു പറയാണ്. രമ്യക്ക് മനസ്സിലായി ഇനിയിപ്പം തനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല. കാരണം രക്ഷപ്പെടണമെങ്കിൽ താൻ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞേ മതിയാവുള്ളൂ. പിന്നീട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് കഴിയുമ്പത്തിന് ഇതിന്റെ പിന്നിൽ ഗുണ്ടാഭിലാഷാണ് തന്നെ ഈ കൊട്ടേഷൻ ഏൽപ്പിച്ചെന്നുള്ള കാര്യം പറയാണ്. വിക്രത്തെ അവിടെ എത്തിക്കുക, അതായിരുന്നു കൊടുത്ത കാര്യങ്ങൾ. വിക്രത്തെ അവിടെ എത്തിച്ചു കഴിയുമ്പോൾ വിക്രത്തെ മുറിയിലിട്ട് പൂട്ടിയിട്ട് പീഡനത്തിന് അങ്ങനെ അവനെ അറസ്റ്റിലാക്കുക. ശരിക്കും അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, അവന്റെ മേലെ ആരോപിച്ച ഈ കാര്യങ്ങളൊക്കെ, ആ കുറ്റങ്ങളെല്ലാം വെറുതെയാണ്. അതെല്ലാം കെട്ടിച്ചമച്ചുണ്ടാക്കിയതാ. അവന് ശരിക്കും ആക്രമിക്കുക ചെയ്തേ. ഗുണ്ടാഭിലാഷിന്റെ ആൾക്കാരാണ് ആക്രമിച്ച് അവന്റെ ശരീരത്തേക്ക് പന്നിപ്പടക്ക് എറിഞ്ഞ് മദ്യം നിറച്ച് ബലൂൺ എറിഞ്ഞ കാര്യങ്ങളെല്ലാം മണിമണി പോലെ അങ്ങോട്ട് പറയുകയാണ്. പോലീസുകാർക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി. കാരണം വിക്രം പ്രതിയല്ല, നിരപരാധി എന്നുള്ള കാര്യം. അത് മാത്രം മതിയായിരുന്നു വേദയ്ക്ക്. പിന്നീട് വേദ എസ് പിയുടെ ചെന്നിട്ടുള്ള സാറേ ഇപ്പം തന്നെ അവനെ ഗുണ്ടാഭിലാഷിനെ കസ്റ്റഡിയിൽ എടുക്കണമെന്ന് പറയണം. അവന്റെ താവളത്തിൽ പോയിട്ട് അവനെ കസ്റ്റഡിയിൽ എടുക്കണമെന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പം SI സാബുവിനൊക്കെ നിർദ്ദേശം കൊടുക്കുകയാണ്. ഗുണ്ടാഭിലാഷിനെ കസ്റ്റഡിയിൽ എടുക്കാനായിട്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെ അങ്ങോട്ട് പോവാണ്. ആ സമയം വേദയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായി. കാരണം അവനെ കാണണം, ഗുണ്ടാഭിലാഷിനെ കാണണം. തനിക്ക് അവനോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് അവനിങ്ങനെ ഒരു ക്രൂരത ചെയ്തേ അതും കൂടെ തെളിയിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വേദയും പോകുന്നുണ്ട്. വേദയും പറഞ്ഞു സാറേ ഞാനും വരുന്നുണ്ട്, എനിക്കും വരണമെന്ന് പറയണം. അങ്ങനെ അങ്ങോട്ടേക്ക് വേദയെ കൂടെ പോവാണ്. ആ സമയം ഗുണ്ടാഭിലാഷിന്റെ താവളത്തിലേക്ക് വിക്രം എത്തിയിട്ടുണ്ടായിരുന്നു. വിക്രത്തിന് ഒട്ടും അവിടെ പ്രതീക്ഷിച്ച കാര്യമല്ല. അഭിലാഷ് വിക്രം ജാമ്യത്തിൽ ഇറങ്ങിയ കാര്യം പോലും അറിയത്തില്ലായിരുന്നു. വിക്രത്തെ കണ്ടതും അഭിലാഷ് പറഞ്ഞു എടാ അതേ അവൻ വന്നിരിക്കുന്നു, ചെന്ന് അടിക്കടാന്ന് പറയണം. ആ പീഡനവീരൻ വന്നിരിക്കുന്നല്ലോ എന്ന് പറയണം. ഇത് കേട്ടം വിക്രം ചോദിച്ചു ആരടാ പീഡനവീരൻ, ഇതിന് കാണിച്ചു തരാടാന്ന് പറയണം. എല്ലാം നീ ഒപ്പിച്ചു വെച്ചിട്ട് എനിക്കിട്ട് പണി തരാൻ നോക്കുന്നോടാന്ന് ചോദിക്കണം. പിന്നീട് അഭിലാഷിന്റെ ഗുണ്ട അങ്ങോട്ട് വന്ന് വിക്രത്തെ അടിക്കാൻ നോക്കുകയാണ്. ആ സമയത്ത് അവനെ അടിച്ചു വീഴിക്കുകയാണ് വിക്രം. പിന്നെ അവിടെ ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ്. അവസാനം അഭിലാഷ് വന്നു. അഭിലാഷും വിക്രവും തമ്മിൽ അടി നടക്കുകയാണ്. ആ സമയം അഭിലാഷ് എന്ത് ചെയ്യണം, തന്റെ എളിയിലിരുന്ന കത്തിയെടുത്ത് വിക്രത്തിനെ കുത്താൻ തുടങ്ങുക. പക്ഷേങ്കിൽ വിക്രം അങ്ങോട്ട് വിട്ടുകൊടുത്തില്ല. വിക്രം എന്ത് ചെയ്യണം, അവനെ ഇടിച്ച് നിരപ്പാക്കി ആ കത്തി കൈക്കലേക്ക് അങ്ങോട്ട് വാങ്ങുവാണ്. എടാ നീ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചില്ലേ, എന്താണെങ്കിലും ഞാൻ നാണം കെട്ടറ. ഇനി നിന്നെ പോലെയുള്ള ഒരുത്തനെ ജീവനോടെ ഞാൻ ഭൂമിയിൽ വെച്ചേക്കുന്നില്ല. എന്തായാലും ഞാൻ അകത്തു പോകും. പക്ഷേങ്കിൽ എനിക്ക് എൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണമെന്ന് പറയണം. സത്യം പറയാൻ നിനക്ക് നല്ലതെന്ന് പറയാം. എല്ലാത്തിൻ്റെയും പിന്നിൽ നീയാന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിടാ എന്നൊക്കെ പറയണം. നിന്നെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ കഴുത്തിലേക്ക് അങ്ങോട്ട് കത്തി വെക്കണം. സത്യം പറഞ്ഞു അതാ നിനക്ക് നല്ലത്. നീ ആര് പറഞ്ഞിട്ട് അത് ചെയ്തേ, അല്ലേ നിന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കും എന്നും പറഞ്ഞുകൊണ്ട് കത്തി കഴുത്തിലേക്ക് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേദ അങ്ങോട്ട് വരുന്നത്. വിക്രം ഒറ്റ വിളി വിളിക്കുകയാണ്. പെട്ടെന്ന് വിക്രം നോക്കുകയാണ്. ആ സമയത്ത് വേദയെ കണ്ടു. അപ്പോഴേക്കും കുറച്ച് പോലീസുകാരും ആ കൂടെ ഉണ്ടായിരുന്നു. ആ സമയം വേദ ഒന്ന് ചോദിച്ചു വിക്രം നീ എന്താ കാണിക്കണമെന്ന് ചോദിക്കുകയാണ്. ആ സമയം പോലീസുകാരെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് മനസ്സിലായി വേദ അവരെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നാന്നുള്ള കാര്യം. ആ സമയത്ത് അഭിലാഷ് ഒന്നും അറിയത്തില്ലാത്ത മട്ടി വന്നിട്ട് പറഞ്ഞു കണ്ടോ സാറേ, ഇവൻ കണ്ടോ, റേപ്പിസ്റ്റ് ഇവൻ പുറത്തിറങ്ങിയിട്ട് കണ്ടോ, ഇവൻ എന്നെ കൊല്ലാനായിട്ട് വന്നിരിക്കുക. ഇവൻ ചെയ്ത കുറ്റം എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുക സാറേ. ഇവനെ വെറുതെ വിടല്ലേ, ഇവനെ പോലുള്ളവനെയൊക്കെ അകത്തിടണമെന്ന് പറയണം. ഇത് കേട്ട് ഞാൻ വേദ അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു ആരാടാ റേപ്പിസ്റ്റ്, ആരാ? എൻ്റെ ഭർത്താവ് വിക്രമോ? നിനക്ക് അങ്ങനെ പറയാൻ എന്ത് യോഗ്യതയാടാ ഉള്ളതെന്ന് ചോദിച്ചിട്ട് അവൻ്റെ കാരണം തീർത്തൊന്ന് പൊട്ടിക്കുകയാണ്. ഗുണ്ടാഭിലാഷിൻ്റെ മേലെ അങ്ങനെ പറഞ്ഞു പോരുത്. എൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എടാ റേപ്പ് ചെയ്തിട്ടില്ല. അതൊക്കെ നീയും നിന്റെ ഗുണ്ടകളും കൂടെ ചേർന്ന് നടത്തിയൊരു നാടകം എന്നുള്ള കാര്യം മനസ്സിലാടാ. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇനി നിനക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അറിയാം. അവിടെ ചെന്ന് നീ കിടക്കാൻ പറയണം. ഈ സമയം SI സാബു അങ്ങോട്ടേക്ക് വന്നിട്ട് അഭിലാഷിനോട് കേരള വണ്ടിയെന്ന് പറയണം സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ശരിയാക്കാം അവിടെ ചെന്ന് തീരുമാനിക്കാം. SI സാബുവിന് വേറെ നിർവാഹമില്ല, കാര്യം മറ്റൊന്നുമല്ല. ഇനിയിപ്പം ഇവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ SP നേരിട്ട് ഇടപെട്ട കേസാ, തനിക്കൂടെ ഇതിനകത്ത് പങ്കുണ്ടെന്ന് വരും. അതുകൊണ്ട് അങ്ങനെ അഭിലാഷിന് വേറെ നിവൃത്തിയില്ലായിരുന്നു. ഈ സമയത്ത് വിക്രത്തിന്റെ കയ്യിലേക്ക് എന്ന് പിടിച്ചിട്ട് വേദ പറഞ്ഞു ഇതെന്റെ ഭർത്താവാ, ആരെ റേപ്പ് ചെയ്തിട്ടില്ല, എൻ്റെ ഭർത്താവ് നിരപരാധിയാ എന്ന് പറയണം. പിന്നീട് SI സാബുവിൻ്റെ അടുത്ത് പറഞ്ഞു ഇനി എൻ്റെ ഭർത്താവിനെ എനിക്ക് ധൈര്യപൂർവ്വം കൊണ്ടാവാലോ അല്ലേ.
എന്ന് പറഞ്ഞിട്ട് ആ കയ്യെ പിടിച്ചങ്ങോട്ട് പുറത്തേക്ക് കൊണ്ടുപോകണം. വിക്രം ഞെട്ടിത്തെറിച്ച് വയ്ക്കുക. വിക്രത്തിനൊന്നും മനസ്സിലായില്ല. വിക്രം ഇങ്ങനെ വേദയെ ഒന്ന് നോക്കുകയാണ്. ഈ സമയം വേദ പറഞ്ഞു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ജാമ്യത്തിൽ ഇറങ്ങാനല്ല ഞാൻ ശ്രമിച്ചേ. നിങ്ങൾ നിരപരാധിയാന്ന് എനിക്ക് എല്ലാവരുടെ മുന്നിൽ, സമൂഹത്തിന് മുന്നിൽ, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ എനിക്ക് തെളിയിക്കണമായിരുന്നു. അതിനുശേഷം നിങ്ങളുടെ കൈയും പിടിച്ചാൽ ആ വീട്ടിലേക്ക് കയറുള്ളൂ ശപഥം ചെയ്തിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അതുകൊണ്ട് ആ ധൈര്യത്തിലാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ നിരപരാധിയാന്നിപ്പം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാണ്. പിന്നീട് എന്ത് ചെയ്യണം, വിക്രത്തെയും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്നിട്ട് അവിടെ വേണ്ട രേഖകളിലൊക്കെ ഒപ്പിച്ചു കൊടുത്തു. വിക്രം നിരപരാധിയാണെന്ന് തെളിഞ്ഞല്ലോ. അങ്ങനെ വിക്രത്തെയും കൊണ്ട് വേദ പുറത്തേക്ക് വരുവാണ്. വിക്രത്തോട് പറഞ്ഞു, ഞാൻ ചെയ്ത ശബ്ദം ഞാൻ പാലിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ വേണ്ടായിരിക്കും, നിങ്ങൾ എന്നെ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചു. പക്ഷേ എനിക്ക് നിങ്ങൾ താലി കെട്ടി ആ താലിക്ക് ഞാനൊരു വില കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഇപ്പോഴും എൻ്റെ ഭർത്താവ് തന്നെയാണ്. ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം ആയിരിക്കും ഞാൻ ജീവിക്കുന്നത്. ഈ കള്ളപ്പരാതികൾക്കോ ഇതിനൊന്നും ഞാൻ നിങ്ങളെ വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. നിങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എന്നെ പുറകെ ഇറങ്ങി നടന്നത്. വാ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തിനെ കൊണ്ട് വീട്ടിലേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് നന്ദിനി എന്ന് വിനായനോട് പറഞ്ഞു, അല്ല വേദ ഇനിയിപ്പോൾ വരത്തില്ലായിരിക്കില്ലേ വിനയേട്ടാന്ന് ചോദിക്കുക. അതെന്താ? അല്ല അവൾ വെല്ലു വിളിച്ചിട്ട് പോയതുണ്ടോ വിക്രം നിരപരാധിയാന്ന് തെളിയിക്കുമെന്ന്. അതിന് അവൾക്ക് എങ്ങനെ സാധിക്കും? അതിന് അവളെ കൊണ്ട് അതൊക്കെ സാധിക്കുമോ? അവളിങ്ങോട്ട് വരാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. പിന്നീട് നന്ദിനി നേരെ അടുക്കളയിലേക്ക് വരുമ്പോൾ അവിടെ കമല ആകെപ്പാടെ വിഷമിച്ചിരിക്കുന്നുണ്ട്. കമലയെ സമാധാനിപ്പിച്ച് ശ്രീജ ഇരിക്കുവാണ്. കാരണം വേദയിലും വീട് വിട്ട് പോകേണ്ട വരുമോന്നൊരു ചിന്തയായിരുന്നു കമലയുടെ മനസ്സിൽ. ഈ സമയം ശ്രീജ പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ലമ്മേ, അമ്മ ധൈര്യമായിട്ടിരിക്കുക. അമ്മ എന്തിനാ വിഷമിക്കണേ? വേദ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുമെന്നുള്ള കാര്യം അമ്മയ്ക്ക് അറിയാൻ പാടില്ലേ? എനിക്കറിയാം, എനിക്ക് എൻ്റെ മോളെ വിശ്വാസമുണ്ട്. തിരുമേനി എന്നോട് പറഞ്ഞാൽ അവർ രണ്ടുപേരും നല്ലൊരു ജീവൻ നയിക്കുന്ന. അത് മാത്രമല്ല വേദ കൂടെ ഉള്ളതാ വിക്രത്തിൻ്റെ ഏറ്റവും വലിയ ഇതായിരുന്നു. കാരണം വിക്രം ഇങ്ങനെ വേദയെ ചീത്ത പറഞ്ഞാലും വേദ ഉള്ളതുകൊണ്ടാണ് അവൻ വലിയ വലിയ ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതെന്നാണ് തിരുമേനി പറഞ്ഞ്. ഇത് കേട്ടപ്പോൾ നന്ദിനി പറഞ്ഞു, കൊള്ളാം, അവളുള്ളത് കൊണ്ടാണ് അവൻ്റെ ജീവിതം ഈ വിധമായി മാറിയത്. അവൻ പറഞ്ഞില്ലേ നെഗറ്റീവ് എനർജിയാണ്, അതുപോലെ ഒരു നെഗറ്റീവ് എനർജി തന്നെയാണ് അവളെന്ന് പറയാം. ദേ ഒരെണ്ണം ഞാനിങ്ങ് ഇട്ട് തരും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കമല ദേഷ്യപ്പെടുകയാണ്. ഒന്നും മിണ്ടാതെ നാവടക്ക് എൻ്റെ നന്ദിനി, എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലോ. നീ ഈ കുടുംബത്തിൽ തന്നെ ഉള്ളതാണോ? നിന്നെക്കുറിച്ച് ഓർത്ത് എനിക്ക് അപമാനം തോന്നുന്നു. എൻ്റെ ദൈവമേ. ശ്രീജ പറഞ്ഞു, എന്താ നന്ദിനി ഇത്? പുറകത്തുമ്പോൾ വാഴ വിട്ടാന്ന് സ്വഭാവം കാണിക്കരുത് കേട്ടോ. ഒന്നുമല്ലേലും വിക്രം വേദ ഈ കുടുംബത്തിൽ തന്നെയല്ലേ? നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും പറയാനും തോന്നും? പിന്നെ ചിന്തിക്കാനും പറയാനും തോന്നും. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അവന് കിട്ടണമെന്ന് പറയാം. പിന്നെ തെറ്റ് ചെയ്തിട്ടുണ്ട് പോലും. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞേ? നീ കണ്ടോന്ന് ചോദിക്കും. അല്ല ഞാൻ കണ്ടൊന്നുമില്ല, എന്നാൽ പിന്നെ മിണ്ടരുത് എന്ന് പറയണം. പിന്നീട് കമല ആകപ്പാടെ വിഷമിച്ച് നേരെ മാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. മാഷിൻ്റെ അടുത്തേക്ക് പറഞ്ഞു, മാഷേ വേദയെക്കുറിച്ച് അറിയാലോ, അവൾ നല്ല കുട്ടിയാ, അവളെ ഇങ്ങോട്ട് പറഞ്ഞു വിടല്ലേ. അവൾ എവിടെ പോവാനാ? അവൾക്ക് ഇവിടെ അല്ലാതെ വേറെ ആശ്രയമുണ്ടോ? അവൾ സ്വന്തം വീട്ടിലേക്ക് പോലും പോകത്തില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു, അതെ എന്താണെങ്കിലും നീ അതിനെക്കുറിച്ച് ഇപ്പം ചിന്തിക്കേണ്ട. വേദന നിനക്കറിയത്തില്ലെങ്കിലും എനിക്കറിയാമെന്ന് പറയണം. പിന്നെ അവൻ്റെ സ്വന്തമല്ലോ വിക്രം, അവൻ തെളിയിക്കട്ടെ, അവൻ നിരപരാധിയെന്ന് തെളിയിക്കട്ടെ എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു, എനിക്ക് ഉറപ്പുണ്ട് വേദ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൾ തെളിയിക്കും. ആ കാര്യത്തിൽ എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യണം? കമല അങ്ങോട്ട് പറഞ്ഞിട്ട് പോവാം. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേൻ്റെ ഓട്ടോറിക്ഷ വന്നു നിന്നു. ഓട്ടോറിക്ഷയ്ക്കകത്തുനിന്ന് വേദയും വിക്രവും കൂടെ ഇറങ്ങുവാണ്. വേദ വിക്രത്തിൻ്റെ കൈ പിടിച്ചു, എന്നിട്ട് വരാൻ പറയുകയാണ്. ഞാൻ അങ്ങോട്ട് കയറി വരുവാണ്. അപ്പോഴാണ് നന്ദിനി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. നന്ദിനി ഈ കാഴ്ച കണ്ടപ്പോൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. വരുന്നുണ്ടല്ലോ ഇവള്, സത്യമൊക്കെ തെളിയിച്ചിട്ട് വരുന്നാണോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഫ്രണ്ട് വന്നിട്ട് വിക്രത്തിനോട് പറഞ്ഞു, വാ വിക്രം കയറി വരാൻ പറയണം. വിക്രത്തിന് എന്ത് ചെയ്യണം നടത്തില്ല. അപ്പോഴേക്കും കമല അങ്ങോട്ട് ഓടി ഇറങ്ങി വന്നു. പിന്നീട് മാഷുമാരെല്ലാവരും കൂടെ വരുവാണ്. ആ സമയത്ത് വേദ പറഞ്ഞു, ഞാനൊരു വാക്ക് പറഞ്ഞിട്ട് എവിടുന്ന് പോയത്, ഞാനും വിക്രം തെറ്റുകാരനല്ല, നിരപരാധിയാണ് എന്ന് തെളിയിച്ചിട്ട് ഇങ്ങോട്ട് വരുവുള്ളെന്ന്. ഇതേ നിരപരാധിയാന്ന് വിക്രം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇതൊക്കെ ചെയ്ത ആരെന്നറിയോ? ഗുണ്ടാഭിലാഷം ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ ബലമാണ്. എൻ്റെ ഭർത്താവ് നിരപരാധിയാണ്, അത് തെളിയിച്ചിട്ട് എങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇനി ആരുടെ മുന്നിൽ തല ഉണിച്ചിക്കേണ്ട ആർക്കും ഒരു ആവശ്യം വരത്തില്ല. ആ വീട്ടിലേക്ക് വിക്രം കയറിപ്പോയത് എന്തിനാന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി. ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ആർക്കും ഒരു ബുദ്ധിമുട്ട് വേണ്ട. പിന്നീട് മാഷിൻ്റെ അടുത്ത് അച്ഛാ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്കിനി ധൈര്യമായിട്ട് വിക്രത്തിൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറാലോ അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മാഷൊന്നും മിണ്ടിയില്ല. കമല വന്ന് വേദയെ കെട്ടിപ്പിടിക്കുകയാണ്. എനിക്കറിയായിരുന്നു മോളെ, നീ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ വിക്രത്തെ രക്ഷിക്കാൻ പറ്റുമെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതേ നിന്നെപ്പോലൊരു പെൺകുട്ടി, അതാണ് വിക്രത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഈ കുടുംബത്തിലേക്ക് വന്നത് നീ ഭാഗ്യം കൊണ്ടാ, ഇല്ലായിരുന്നെങ്കിൽ ഇവരെന്ത് ചെയ്താനും. ഇവനെ രക്ഷിക്കാനായിട്ട് നിന്നെക്കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വേദ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയാണ്. അതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ വിക്രം ഒന്നും ഇടാൻ നിൽക്കുകയാണ്. പിന്നീട്
വിക്രത്തിനടുത്ത് നിന്നിട്ട് കമല പറഞ്ഞു, എടാ ഇനിയെങ്കിലും നീ നിന്റെ ഭാര്യയെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവളില്ലായിരുന്നെങ്കിലോ, നീ പറഞ്ഞല്ലോ ഇവള് ജാമ്യത്തിലെടുക്കാൻ വന്നില്ല, ഇവൾക്ക് ദേഷ്യമായിരുന്നൊക്കെ. പക്ഷെ ഇവൾ ആ സമയത്ത് 2 ദിവസമായിട്ട് ഇവള് കിടന്ന് ഓട്ടം ഓടുമായിരുന്നു. എന്തിനാ അറിയായിരുന്നോ? നിന്നെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട്. ഇനി എങ്കിലും നീ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിന്റെ അച്ഛൻ പറഞ്ഞ പോലെ നീ വജ്രത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. വെള്ളാരം കല്ലാന്ന് കരുതിയിട്ടാണ് നീ വജ്രം വേണ്ടെന്ന് വെക്കുന്നത്. പക്ഷെ വിക്രം, ഇനിയെങ്കിലും നീ നിന്റെ ഭാര്യയെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നിനക്ക് ഒരിക്കലും ഒരു നല്ല ഗതി ഉണ്ടാകത്തില്ല എന്നൊക്കെ കമല പറയാണ്. വിക്രം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഗുണ്ടാഭിലാഷിനെ നന്നായിട്ടൊന്ന് എടുത്ത് കുടഞ്ഞു കഴിയുമ്പോഴത്തേനും ഗുണ്ടാഭിലാഷ് സത്യങ്ങളൊക്കെ പറയും. ഇതിൻ്റെ പിന്നിൽ ആരായിരുന്നു, ശ്രീകാന്തും ചന്ദ്രശേഖറും വിനായനും ഒക്കെ ചേർന്നിട്ടാണോ എന്നുള്ള നാടകങ്ങളൊക്കെ. അപ്പോൾ ആ വിശേഷങ്ങളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.